ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് സൂട്ട്സിൻ്റെ ഒരു എനർജിയാണ്. 3 ഓഫ് സൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി മൂലം ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആണ്. അവിടെ നടുക്ക്, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് ഒരാൾ വന്നിരിക്കുന്നു, അതായത് ഒരു തേർഡ് പാർട്ടി വന്നിരിക്കുന്നു. ആ ആൾ മുഖേന സർവ്വതും നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആണ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വളരെ വിഷമിക്കുന്നു. കാരണം ഈ രണ്ടുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട് ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ രണ്ടുപേരെയും കളയാൻ കഴിയാത്ത ഒരവസ്ഥ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം സർവ്വതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. സാമ്പത്തികമായാലും ശരി, സർവ്വതും എല്ലാം പോയിരിക്കുന്നു. സാമ്പത്തികവും കൂടി നഷ്ടപ്പെടുത്തി എന്നാണ്. സാമ്പത്തികവും നഷ്ടപ്പെട്ടു, ഇവിടെ സ്നേഹം, കെയറിങ് എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് വളരെയധികം വിഷമമുണ്ട്. കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്ര വിഷമം വരുന്നത്. അപ്പോൾ അത് 9 ഓഫ് സോഴ്സ് ഉറക്കം പോലുമില്ല. വളരെയധികം ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ ഈ വ്യക്തി നിൽക്കുന്നു എന്നാണ്. രണ്ടുപേരുടെ ഇടയിൽ കടന്ന് നീറുന്ന ചില ആളുകൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമുക്കാരെയും ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളിതിൽ നിന്നെല്ലാം വിട്ടുപോയി എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെ മതിയായിട്ടുണ്ടാവണം, അതുകൊണ്ടാണല്ലോ വിട്ടുപോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇതൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തിയും ശ്രമിക്കുന്നു എന്നാണ്. അതായത് നിങ്ങൾ വളരെയധികം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരുപക്ഷെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അതുമുതലുള്ള ബന്ധങ്ങൾ എന്തോ ആണ്. അതാണ് ഇത്രയും ശക്തമായിട്ട് തേർഡ് പാർട്ടി ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പം ഇതെങ്ങനെയെങ്കിലും പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്ന വിചാരത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം. അതുപോലെ തന്നെ വ്യക്തിയും ഇപ്പോൾ അത് കാത്തിരിക്കുന്നു. ഇവിടെ ഒരു ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛൻ എന്ന രീതിയിലാകാം, അതല്ല എങ്കിൽ തിരിച്ചുമാകാം, എന്തുമാവട്ടെ, അതേത് ബന്ധമായാലും നമുക്കിങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലൊരു ജസ്റ്റിസ് വേണം, എനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നിങ്ങളും കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വളരെയധികം നല്ല ഒരു ബന്ധം ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ വളരെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കൊക്കെ ആയിരുന്ന ഒരു ബന്ധമാണെന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം സ്നേഹവും സന്തോഷവും നിങ്ങൾ പരസ്പരം നൽകിയിരുന്നു. വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇതൊക്കെയാണ് ശരിയാണ്. എങ്കിലും നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഇത് ഇപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി വളരെ ആശങ്കപ്പെടുന്നു എന്ന് പറയാം നമുക്ക്. കാരണം നിങ്ങളെ ആ സമയങ്ങളിലൊന്നും തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെന്നും ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻ കെയർ, ഞാൻ നിന്നെ കെയർ ചെയ്തിട്ടില്ല എന്നുമൊക്കെ ഇപ്പോൾ ആശങ്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡെസിസീവ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. നിന്നെ ഹർട്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ വന്നപ്പോൾ എനിക്കൊരു നല്ല ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാതെ വന്നു, അല്ലെങ്കിൽ എനിക്കതിന് കഴിയാതെ വന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പരിതപിക്കുകയാണ് ഇതെല്ലാം ഓർത്തിട്ട്. അതിൽ ഞാൻ വളരെയധികം വേദനിക്കുന്നു എന്ന് കാണുന്നു. ഞാൻ അതിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. വളരെ ഹാർഡ് സിറ്റുവേഷൻ വന്നു. അപ്പോൾ നിങ്ങളും അത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. നിങ്ങളും അതിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്തു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ ശ്രമിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം വൈകിയിരിക്കുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. വളരെയധികം വൈകിയിരിക്കുന്നു. കാരണം എനിക്ക് ഇനി തിരിച്ചു വന്ന് വീണ്ടും നമ്മളുടെ ആ പഴയ ജീവിതത്തിലേക്ക് പോകണമെന്ന് എനിക്ക് നല്ല മോഹമുണ്ട്. പക്ഷേ ഞാൻ വളരെയധികം ഭയപ്പെടുന്നു ഇപ്പോൾ. കാരണം ഒരു ആക്ഷൻ എടുക്കാൻ സമയം വൈകിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ വളരെയധികം ഒരു റണ്ണർ ആയ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. ഒരു തരത്തിലും ഉള്ള ആ ഒരു റണ്ണിങ് എനിക്ക് താല്പര്യമില്ലാതെ ആയിരിക്കുന്നു.
കാരണം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വളരെ കൊതി ആണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം അടുത്ത കാർഡ്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെൽഫ് ലവ്. അപ്പം നിങ്ങൾ സെൽഫ് ലവിലേക്ക് പോയി എന്നോ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും സെൽഫ് ലവിലേക്ക് തന്നെയാണ് പോയത്. അയാളും അതുപോലെ തന്നെയാണ്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഞാനൊന്ന് ഹീൽ ആകാൻ ഞാനിപ്പോൾ ഒന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് ആണ്, നിങ്ങൾക്കും വേണം ഈ ഹീലിംഗ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും സെൽഫ് ലവിലേക്ക് പോയി എന്നാണ്. കുറേ ഒരു അകൽച്ച വന്നപ്പോൾ, അകൽച്ച എന്ന് പറയുന്നത് എന്തിനാണ്? ചിലത് നല്ലതിനാണ്. കാരണം വളരെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അതിനൊരു സമയം വേണം നമുക്ക്, ടൈം. അതാണ് ആ ടൈം. അപ്പോൾ ആ ടൈം എടുത്തപ്പോഴത്തേക്ക് അത് വൈകിപ്പോയോ എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളും സെൽഫ് ലവിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. എനിക്ക് കമ്മിറ്റ്മെൻറ്റോടുകൂടി നമുക്ക് വീണ്ടും നല്ലൊരു ജീവിതം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഭാവിയിൽ എനിക്ക് നീ കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അത് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സമയത്ത് ഒത്തിരി തമാശകൾ പറയുകയും സന്തോഷിച്ച് ജീവിക്കുകയൊക്കെ ചെയ്ത ആളുകളാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിപ്പോൾ ആ പഴയ ജോക്സ്, പഴയ സന്തോഷം, പഴയ സ്നേഹം, ചിരി ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ വളരെ വിഷമിക്കുന്നു അതിനകത്ത്. നിന്നോട് സംസാരിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ്. കോൺവെർസേഷൻ ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ നിൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് വളരെ കൊതി തോന്നുന്നു. എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അടുത്ത ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് 9 ഓഫ് കപ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേന് സ്നേഹത്തിൻ്റെ ആ ഒരു കൊടുമുടി എന്നൊക്കെ നമുക്ക് പറയാം, പീക്ക് ലെവലാണ് കാണിക്കുന്നത്. വളരെയധികം സന്തോഷവും സ്നേഹവും അബണ്ടൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് വീണ്ടും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുവാൻ വളരെയധികം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ ഒരു തേർഡ് പാർട്ടി വന്നു ചേരുന്നു. ആ തേർഡ് പാർട്ടിയുമായുള്ള ജീവിതം, അത് ഫാമിലിയാകാം അല്ലാതെയുമാകാം, അത് ഇനി സർക്കംസ്റ്റൻസസ് ആണെങ്കിലും ശരി, നിങ്ങളത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ സാഹചര്യം അതിനനുസരിച്ചെടുക്കണം. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് ആ റെസനേറ്റ് ആവുന്നത് നിങ്ങളെടുക്കുക. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഗിവ് ആൻഡ് ടേക്കോടുകൂടി, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോടുകൂടി നിങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. ഈ രീതിയിൽ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഇനി വീണ്ടും ആ രീതിയിലേക്ക് അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കണം എന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആവുമ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക, അത്രയാണ് നമുക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അവരുടെ ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഇത് കിട്ടുന്നുവോ ആ സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. നമ്മളിതെല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, ലൈക്ക്, ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനലിന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി വരുള്ളൂ. അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അത്രയ്ക്കൊന്നുമില്ല. ഇവിടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നൊന്ന് അകന്നു മാറി നിൽക്കേണ്ട വന്നു. അതൊരു തേർഡ് പാർട്ടി മൂലമാണ്. ആ തേർഡ് പാർട്ടി മൂലം നിങ്ങൾക്ക് ഒരു വൈസ് ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാനോ കഴിയാത്തതിൽ ഇന്ന് ആ വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് അതേമാതിരി കൊണ്ടുതരുവാൻ നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആവുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശം. ഇതിന് ഡിവൈൻ ടൈം എന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് മറഞ്ഞു കിടന്നിരുന്ന പല കാര്യങ്ങളും വെളിയിൽ വരിക. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കാർമിക് ലൈഫിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർക്കാനും കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അത് ബന്ധമാണെങ്കിലും ശരി, മറ്റേത് വിഷയമാണെങ്കിലും ശരി, അതൊരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണം എന്നൊന്നുമില്ല.
നമ്മൾ ഏത് ലൈഫിൽ, ഇപ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫിൽ പോകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ധാരാളം പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവത്തിലൂടെയാണ് അത് പരീക്ഷണം ഒക്കെ വിജയിച്ചവർ ജയിച്ചു വരുമ്പോൾ മാത്രമാണ് നമുക്കത് ലഭിക്കുകയുള്ളൂ. അതിന് ഡിവൈൻ ടൈം എന്ന് പറയുന്നു. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.